അരുൺ മതേശ്വരൻ. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ഞാൻ ആളുടെ ഫിലിമോഗ്രഫിയുടെ വലിയൊരു ഫാനല്ല. ബട്ട് ഐ ലൈക്ക് ഹിസ് ഫിലിം മേക്കിംഗ് സ്റ്റൈൽ. ആളുടെ മൂവി എന്ന് പറയുന്നത്, ആളുടെ മൂവീസ് എപ്പോഴും ഒരു ജോൺറ എന്ന് പറയുന്നത് റിവെഞ്ച് വിത്ത് സം സോഷ്യൽ കോസ്. ഡി സിക്ക് മുമ്പ് പുള്ളി ചെയ്തിരുന്ന കുറച്ച് മൂവീസാണ് റോക്കി, സാനിക്കായുധം ആൻഡ് ക്യാപ്റ്റൻ മില്ലർ. അതിൽ ഈ മൂവീസിനെല്ലാം നല്ല ക്രിട്ടിക്കലി നല്ല റിവ്യൂസ് ഉണ്ടെങ്കിലും ഇറ്റ് വാസ് നോട്ട്, എന്താ പറയുക, പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട മൂവീസ് ഒന്നും അല്ലായിരുന്നു. അതിൽ റോക്കി എന്ന് പറഞ്ഞ മൂവി ആക്ച്വലി ഓൾഡ് ബോയുടെ ഒരു ഇൻസ്പയർഡ് മൂവിയാണ്. ബട്ട് എൻ്റെ ഒരു ടേസ്റ്റിന് പറ്റിയൊരു മൂവി അല്ലായിരുന്നു ഇത്. സോ വെൻ ഡി സി വാസ് അനൗൺസ്ഡ്, എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയായിരുന്നു എന്തായിരിക്കും പടത്തിന്റെ ജോൺറ എന്നുള്ളതും. ആൻഡ് എന്തായാലും അതിൻ്റെ അകത്ത് എന്തെങ്കിലും സോഷ്യൽ കോസ് പരിപാടിയും സംസാരിക്കും എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. ആൻഡ് ഐ വാസ് എ ബിറ്റ് സ്കെപ്റ്റിക്കൽ, ഈ പടത്തിന് പോകണോ വേണ്ടയോ എന്നുള്ളതും, ഈ പടത്തിന് പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമോ അതോ ടൈം വേസ്റ്റ് ആയിരിക്കുമോ എന്നുള്ളത്. ബട്ട് സത്യം പറയാലോ, ഡി സി, സത്യം പറയാം, ഐ എൻജോയ്ഡ് എവറി ബിറ്റ് ഓഫ് ഡി സി മൂവി. ഇതില് അരുൺ മതേശ്വരൻ വാസ് ഏബിൾ ടു ബ്രിങ് ഹിസ് റൈറ്റിംഗ് ആൻഡ് പുള്ളിയുടെ ഒരു വിഷ്വൽ സ്റ്റൈൽ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാനാണ് പുള്ളിക്ക് പറ്റിയത്. ആൻഡ് ഐ ലവ് എവറി സീൻ ഓഫ് ഇറ്റ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിയേറ്ററിക്കൽ മൂവ്മെന്റ്സ് ഉള്ള ഒരു മൂവി തന്നെയാണ് ഡി സി. ആളുടെ ഒരു പ്രീവിയസ് ഫിലിമോഗ്രഫിയുടെ ആ ഒരു സാധനം തന്നെ എൻ്റെ മൈൻഡിൽ നിന്ന് പോയി. ഡി സിയുടെ കഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. ആൻഡ് ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ടോൾഡ് ആൻഡ് പെർഫെക്റ്റ്ലി മെയ്ഡ് വിത്ത് ഗുഡ് തിയേറ്ററിക്കൽ മൂവ്മെന്റ്സ്. ആൻഡ് എന്താ പറയുക, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടും ഗ്രിപ്പിംഗ് ആയിട്ടാണ് ഈ മൂവി അവർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഗോട്ട് പ്രിറ്റി ഗുഡ് ആക്ഷൻ കോറിയോഗ്രഫി ഓൾസോ. അത്യാവശ്യം നല്ല ആക്ഷൻ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മൂവിയുടെ അകത്ത്. ആൻഡ് ഓൾസോ ഈ മൂവിയുടെ ആ ഒരു ഫീലിനെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസും. ആൻഡ് നൗ ഡേയ്സ് ഇറ്റ് ഫീൽസ് ലൈക്ക് ഹോളിവുഡിൽ ഇപ്പൊ അനിരുദ്ധ് അല്ലാണ്ട് വേറൊരു മ്യൂസിക് ഡയറക്ടർ ഇല്ല എന്ന് തോന്നിപ്പോകും. കാരണം ഏത് ഫിലിം എടുത്താലും, റീസെന്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ള ഏത് മൂവി എടുത്താലും അതിൻ്റെ അകത്തെ മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധ് ആണ്. ആൻഡ് ഈച്ച് മ്യൂസിക് ഡിഫേഴ്സ് ഫ്രം ദ പ്രീവിയസ് വൺ. ആ ഒരു അനിരുദ്ധിന്റെ ഒരു ഹൈലൈറ്റ് ഉണ്ടെങ്കിലും എല്ലായിടത്തും ഒരു ചെറിയ രീതിയിലുള്ള ഡിഫറൻസ് എങ്കിലും അനിരുദ്ധിന് മ്യൂസിക്കിൽ കൊണ്ടുവരാനും പറ്റിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾ ചാർട്ട് ടോപ്പേഴ്സ് എന്നുള്ളതാണ് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം. ഡി സിയുടെ അകത്ത് അനിരുദ്ധ് അത്യാവശ്യം നല്ല രീതിയിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ആ മൂവിയുടെ ഒരു, എന്താ പറയുക, സ്റ്റൈലിനെ ബ്ലെൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് വർക്ക് ചെയ്യണത്. ഇൻഫാക്ട് ഈ മൂവിയുടെ അകത്ത് ഡയലോഗ്സ് ഒന്നും ഇല്ലാണ്ട് വെറുതെ ആ ഒരു സീൻസ് പ്ലസ് അനിരുദ്ധിന്റെ മ്യൂസിക് മാത്രമുള്ളെങ്കിലും നമുക്ക് ഈ മൂവി 2 മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല രീതിയിലാണ് എന്താ പറയുക, അനിരുദ്ധ് മൂവിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് സർപ്രൈസിംഗ്ലി ലോകേഷ് വാസ് ടു ഗുഡ് ആസ് ദാസ്. കൂലിയുടെ ക്ഷീണം കഴിഞ്ഞ് ആൾ അത്യാവശ്യം ഒരു കോമഡി മീം മെറ്റീരിയൽ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഡി സി അനൗൺസ് ചെയ്തത്. ആൻഡ് ഞാൻ വിചാരിച്ചു പുള്ളി അത്ര വർക്ക് ആവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ലോകേഷ് നല്ല രീതിയിലാണ് ഈ പടത്തിൻ്റെ അകത്ത് ദാസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പ്ലേ ചെയ്തിരിക്കുന്നതും ഹാൻഡിൽ ചെയ്തിരിക്കുന്നതും നല്ല സ്റ്റൈലിഷ് ആയിട്ടൊക്കെ തന്നെയാണ് ലോകേഷ് ഇതിനകത്ത് ദാസ് ആയിട്ട് പ്ലേ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാസിന്റെ പേരായിട്ട് വാമിക ഗബി കംസ് ആസ് ചന്ദ്ര. ഇവർ രണ്ടുപേരുടെ പേരിങ് സൂപ്പർ ആയിരുന്നു. ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു ഗോദയ്ക്ക് ശേഷം അത്യാവശ്യം നല്ലൊരു റോള് വാമികയ്ക്ക് കിട്ടിയേക്കുന്നത് ഡി സിയിലായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിലാണ് പുള്ളിക്കകത്ത് ആക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്കത് കാണുമ്പോഴും നമുക്ക് അത്ര ഒരു അയ്യേ എന്നൊരു ഫീലും വരും. നല്ല അത്രയും പക്കയായിട്ട് തന്നെയാണ് അതിന്റെ ആക്ഷനും വാമിക ഗബി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഇൻഫാക്ട് ലോകേഷിന്റെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ലോകേഷിന് ഒരു ടർഫ് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലാണ് പുള്ളി ഹാൻഡിൽ ചെയ്യാറുള്ളത്. അതായത് പുള്ളി, ഞാനെപ്പോഴും ലോകേഷിന്റെ ഫിലിമോഗ്രഫി കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര ബിഗ് ബഡ്ജറ്റ് പടം വരുമ്പോഴാണ് ലോകേഷ് ഭയങ്കര ഫ്ലിംസി ആവുന്നത്. ബട്ട് അതേസമയം പുള്ളിയുടെ ടർഫായിട്ടുള്ള ആ ഒരു മീഡിയം ബഡ്ജറ്റ് മൂവീസിലൊക്കെ പുള്ളി നല്ല രീതിയിലാണ് ഷൈൻ ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ മാനഗരം, കൈദി, ഇങ്ങനത്തെ മൂവീസിലൊക്കെ ഉള്ള ലോകേഷും ലിയോ, കൂലിയിലുള്ള ലോകേഷും രണ്ടാണ്. ഇൻഫാക്ട് ലോകേഷിന്റെ തന്നെ ബിഗ് ബഡ്ജറ്റ് മൂവീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പടം വിക്രമാണ്. ബിക്കോസ് ദാറ്റ് വാസ് ഓൾസോ വെൽ മെയ്ഡ്. പിന്നെ ഇതിന്റെ അകത്ത് സഞ്ജന കൃഷ്ണമൂർത്തി ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്നുണ്ട്. വദാന്തി എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട് പ്രൈമിന്റെ അകത്ത്. ആ സീരീസിന്റെ അകത്താണ് ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് കാണുന്നത്. ആളും ഇതിന്റെ അകത്ത് അത്യാവശ്യം ഒരു ചെറിയൊരു റോളാണെങ്കിൽ നല്ലൊരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള റോള്. ആക്ച്വലി ഈ മൂവിയുടെ അകത്ത് എല്ലാ ക്യാരക്ടേഴ്സും, എല്ലാ കാസ്റ്റിംഗ് നല്ല പക്കയായിട്ടാണ് അവരുടെ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അകത്തൊരു പോലീസ് ഓഫീസറിന്റെ ക്യാരക്ടർ ഉണ്ട്, ഭോഗരാജ്, പ്ലേഡ് ബൈ ക്രിഷ് ദയാൽ. ക്രിസ് ദയാൽ നല്ല പക്ക ആയിട്ടാണ് പുള്ളി ആ ഒരു റോള് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഒരു ആ ഒരു ഗ്രേ ഷെയ്ഡ് നല്ല രീതിയിലാണ് പുള്ളി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇതിന്റെ അകത്ത് നമ്മുടെ ധനുഷ് ആൻഡ് സെൽവരാഘവന്റെ ഫാദർ മിസ്റ്റർ കസ്തൂരി രാജയും ഇതിന്റെ അകത്ത് ചെറിയൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ചെറുതാണെങ്കിലും അതും ഭയങ്കര ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളൊരു റോളായിരുന്നു.
ഓൾ ഇൻ ഓൾ ഡി സി വാസ് സർപ്രൈസിംഗ്ലി ടു ഗുഡ് ഫോർ മീ. ഞാൻ ഒട്ടും വിചാരിച്ചില്ല എനിക്ക് ഈ പടം ഇഷ്ടപ്പെടുന്നു. ഇൻഫാക്ട് എനിക്ക് രണ്ടാമത് പ്രാവശ്യം കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ബിക്കോസ് എന്തോ ഇറ്റ് വാസ് ടു ഗുഡ്, ഇറ്റ് സർപ്രൈസിംഗ്ലി ഇറ്റ് വാസ് ടു ഗുഡ് ഫോർ മീ. നിങ്ങൾ പറ്റുന്നതാണെങ്കിൽ ഈ മൂവി ഒരു പക്ക ഒരു ഡോൾബി അറ്റ്മോസോ നല്ല സൗണ്ട് സിസ്റ്റം ഒരു തിയേറ്ററിൽ പോയി തന്നെ കാണാൻ നോക്കണം. ബിക്കോസ് ഈ മൂവിനെ ഫീൽ ആംപ്ലിഫൈ ചെയ്യണത് ഈ മൂവിയുടെ ഒരു ബീജിയം വർക്ക്സും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ടൈറ്റിലിന്റെ ഫോട്ടോ എടുക്കാനിരിക്കുന്നവരോട് ഒരു ഇത് ഞാൻ പറയാം. പടത്തിന്റെ ടൈറ്റിൽ കാണിക്കുന്നത് ക്ലൈമാക്സിലാണ്. സോ ഡോണ്ട് കീപ് യുവർ ഫോൺസ് റെഡി ഇൻ ദ സ്റ്റാർട്ട്. പടത്തിന്റെ ക്ലൈമാക്സ് ആകുമ്പോഴാണ് ടൈറ്റിൽ കാണിക്കുള്ളൂ. സോ ദാറ്റ്സ് DC ഫോർ യു. ടേക്ക് കെയർ.